ഒരു ത്രോട്ട് സ്പെഷ്യലിസ്റ്റിനെ കാണണമായിരുന്നു. തൊണ്ടയ്ക്ക് അങ്ങനെ കാര്യമായിട്ട് രോഗമൊന്നുമില്ല, വെറുതെ ഒരു ചെക്കപ്പ്. രോഗമുണ്ടോ ഇല്ലയെന്ന് നിങ്ങളല്ല ഡോക്ടറെ തീരുമാനിക്കേണ്ടത്. വെരി കറക്റ്റ്. ഇത് പലർക്കും അറിയില്ല. സ്പെഷ്യലിസ്റ്റ് ആരെന്ന് പറഞ്ഞില്ല. ഡോക്ടർ നമ്പ്യാരെ കണ്ടാ മതി. ആ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഡോക്ടർ നമ്പ്യാരായിരിക്കും ബെസ്റ്റ് എന്ന്. ഈ നമ്പ്യാർ എന്ന പേരുണ്ടെങ്കിൽ തന്നെ ആള് വളരെ എഫിഷ്യന്റ് ആയിരിക്കും. കേട്ടിട്ടില്ലേ? കുഞ്ചൻ നമ്പ്യാർ, എം എൻ നമ്പ്യാർ. നിങ്ങളുടെ പേര് പറഞ്ഞോളൂ. അയ്യോ, ഞാനല്ല പേഷ്യന്റ്, ഇവനാ. കുഞ്ഞിനാലും ഒരു കരപ്പം വന്നതിന് ശേഷം എനിക്ക് ഇവന് അസുഖങ്ങളെ വന്നിട്ടില്ല. എന്റെ ബോഡി. പേഷ്യന്റിന്റെ പേര് പറയൂ. ജോജോ ജോൺസൺ. ജോജോ ജോൺസണോ? അല്ല, വെറും ജോൺസൺ. ഇനീഷ്യൽ? ഓ, ഇനീഷ്യൽ? ഓ, ഇനീഷ്യൽ എന്താണെന്ന് അതാ പറഞ്ഞത്. ഓ, ഔസേപ്പച്ചന്റെ ഓ. ഓ, ഓ. വയസ്സെത്രേ? 21. ഇവിടുത്തെ രജിസ്ട്രേഷൻ ഫീസ് 300 രൂപയാണ്. എത്ര? 300. വെറുതെ അല്ല ഇവിടെ വന്നതിന് ശേഷം പലർക്കും ഹാർട്ട് അറ്റാക്ക് വരുന്നത്. ചേട്ടാ, ചേട്ടൻ എന്തിനാണ് എന്റെ പേര് മാറ്റി പറഞ്ഞത്? എടാ മണ്ട, ഒരു സിനിമയിലെ പാടിയിട്ടുള്ളെങ്കിൽ നീ കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുക. പ്രശസ്ത പിന്നണി ഗായകനായ റാഫേലിന് തൊണ്ടയ്ക്ക് അസുഖം എന്ന് പറഞ്ഞാൽ അത് നിന്റെ കരിയറിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. അല്ലെങ്കിൽ തന്നെ പുതുതായിട്ട് വരുന്ന പിന്നണി ഗായകരെ എങ്ങനെ ഒതുക്കാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുക ആൾക്കാർ. അതുകൊണ്ട് ആ ചികിത്സയൊന്നും മദ്രാസിൽ വേണ്ടാന്ന് വെച്ചത്. ഏതെങ്കിലും പത്രക്കാരോ സിനിമക്കാരോ അറിയുന്നതിന് മുമ്പ് ചികിത്സയും കഴിഞ്ഞ് നമുക്ക് സ്ഥലം വിടാം. അതുകൊണ്ട് ഇനി മുതൽ നീ റാഫേൽ അല്ല, ജോൺസനാ. മനസ്സിലായോ ജോൺസൺ? ഓ, കറക്റ്റ്. ഓ ജോൺസൺ. അതൊക്കെ ആൾക്കാർ പറഞ്ഞ് പരത്തുന്നതല്ലേ. അവനൊരു അസുഖവും ഇല്ലായിരുന്നു, വെറുതെ ഒരു തൊണ്ടവേദന തുടങ്ങിയതാ. പരിശോധിച്ചപ്പോ തന്നെ ഡോക്ടർക്ക് സംശയം തോന്നി, അഡ്മിറ്റ് ചെയ്യാനും പറഞ്ഞു. 1-2 ആഴ്ച കഴിഞ്ഞ് ടെസ്റ്റിന്റെ റിസൾട്ട് വന്നപ്പോഴാണ് അറിയുന്നത് തൊണ്ടയിൽ ക്യാൻസർ ആണെന്ന്. എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട്? ഓപ്പറേഷൻ കഴിഞ്ഞതോടെ കഴുത്തിന്റെ നീളം 2 ഇഞ്ച് കുറഞ്ഞു. ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതായി. വേദനയെന്ന് പറഞ്ഞാൽ എന്തൊരു വേദനയോ. രോഗികളുടെ മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് തെറ്റത്തരാ. നിങ്ങൾക്ക് വല്ല സംസാരിക്കണേ വല്ല മൂത്രപ്പുരയിലും പോയി സംസാരിക്കണം. അതല്ല ആശാനെ, ഈ പറഞ്ഞ കക്ഷി ഇന്നലെ മരിച്ചു, അതുകൊണ്ട് പറഞ്ഞതാ. എങ്ങനെയുണ്ട് സിസ്റ്റർ? എന്ത്? അല്ല, അകത്തെ പേഷ്യന്റ്. ഓ, അതാണോ? നമ്മൾ പേഷ്യന്റ് ആരാ? സുഹൃത്തെന്ന് മാത്രം പറഞ്ഞാൽ ശരിയാവില്ല. സഹോദരങ്ങളെ പോലെയാ ഞങ്ങള്. ഞങ്ങള് അത്രയ്ക്ക് എന്താ പേര്? അടിപൊളി. അല്ലിപ്പൊളിയോ? അല്ലല്ല, അടിപൊളി. ഈ സെഞ്ചുറി ഗാനമേള ട്രൂപ്പില് മാപ്പിള പാട്ടുകളും തമിഴ് പാട്ടുകളും ഒക്കെ പാടുന്ന അടിപൊളി അയ്മുട്ടിയെ കുറിച്ച് കേട്ടിട്ടില്ല? അയ്യോ, ഞാൻ കേട്ടിട്ടില്ല. അത് ഞാനാണ്, ട്രൂപ്പിന്റെ ഓണറും കൂടിയാണ്. അത് ശരി. ഞാനിപ്പോ എന്താ വേണം? അല്ല, റാഫ് ജോൺസൺ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞില്ല. റാഫ് ജോൺസണോ? അല്ല, ഓ ജോൺസൺ. അകത്തെ. ഓ, അങ്ങനെ ഒന്നും പറയാറായിട്ടില്ല. ഒരു ഡീറ്റെയിൽ ചെക്കപ്പ് വേണ്ടി വരും. കുറച്ച് ദിവസം ഇവിടെ കിടക്കേണ്ടിയും വരും. ഇതാണ് റൂം. ഐശ്വര്യമായിട്ട് കയറി കിടന്നോ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ വന്ന് ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുന്നു എന്ന് കരുതിയാൽ മതി. ഇതൊരു ഹോസ്പിറ്റലാണെന്നും നീ ഒരു രോഗിയാണെന്നും ഉള്ളതൊക്കെ അങ്ങ് മറന്നേക്ക്. എനിക്കെന്താണ് അസുഖം? കൊടച്ചക്രം. പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഒരു അസുഖമില്ല, ജസ്റ്റ് ചെക്കപ്പ്. ഒരു പാട്ട് കമ്പോസ് ചെയ്യാൻ നമ്മൾ റൂം എടുത്തിരിക്കുന്നു. ആ ഒരു മൂഡിൽ അനങ്ങാതെ അങ്ങ് കിടന്നാ മതി. വലിയ വിശേഷം ചോദിക്കാനും വർത്തമാനം പറയാനും നിൽക്കണ്ട. മനസ്സിലായോ? പൊള്ളി. ഗോപാൽജി, ഗോപാൽജി, ഞാൻ നിന്നെ വിളിക്കാൻ പോയായിരുന്നു. ഒരുത്തം കെട്ടവൻ. ഞാനൊന്ന് സുഖമായിട്ട് ഉറങ്ങി. 500 കിലോമീറ്റർ വണ്ടി ഓടിച്ചപ്പോഴേക്കും നീ ഉറങ്ങിപ്പോയോ? 500 കിലോമീറ്ററോ? ഇവിടുന്ന് കമ്പം വരെ 650 കിലോമീറ്റർ ഉണ്ട്, അറിയാം? അതെ, 650 കിലോമീറ്റർ ഉണ്ട്.
അതിൽ 150 കിലോമീറ്റർ ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ ഈ വണ്ടി ആരോടിച്ചു? ഞാൻ ഓടിച്ച്. അയ്യോ ഏ? ആയിസറാതെ ചവൻ എന്നെ കിട്ടില്ല. ഇനി ശവത്തിന്റെ കൂടെ കൂട്ടിരുന്ന പരിപാടി വേണ്ട, ഞാൻ നിർത്തി. എടാ നീ അങ്ങനെ പറയൂ. ആഹാ. ഈ ശവത്തിന്റെ കൂടെ ഒറ്റയ്ക്കിരുന്ന് യാത്ര ചെയ്യാൻ എനിക്ക് പേടിയാന്നുള്ള കാര്യം നിനക്ക് അറിയാമല്ലോ. എടാ വെറുതെ അല്ല, നിനക്ക് കഞ്ഞിയും കപ്പയും ചോറും ബ്രാൻഡിയും 50 രൂപ തരുന്നില്ലേ? അതൊക്കെ ശരിയാ. ഡാ, 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 ഡാ. രാവിലെ തന്നെ നീ വൃത്തിയായിട്ടവനെ കുടിക്കല്ലേ നീ? മദ്യം പേസ്റ്റ് ആക്കല്ലേ? എടാ മദ്യം പേസ്റ്റ് ആക്കല്ലേ? നീ ഹാ. അങ്ങനെ ഇന്നത്തെ പല്ല് തേപ്പും കുളിയും കഴിഞ്ഞു. എടാ നിനക്ക് എന്തെങ്കിലും ഒന്ന് കുളിച്ചൂടെ? ആ. ഒരാഴ്ച ആയില്ലേ കുളിച്ചിട്ട്? വേണമെങ്കിൽ 2 കെട്ട സോപ്പ് ഞാൻ വാങ്ങിച്ചുതരാം. സോപ്പും ഡ്യൂട്ടിക്ക് സമയമായി പോലെ. നല്ലൊരു ചെറുപ്പക്കാരൻ, കാണാനും നല്ല ഭംഗി, നല്ല ആരോഗ്യവും. ഇവനൊന്ന് കുളിച്ചു കിട്ടിയിരുന്നെങ്കിൽ ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് ആകാമായിരുന്നു. ഛേ, ഇയാൾക്ക് വസ്ത്രം മാറാൻ വേറെ സ്ഥലമൊന്നും കണ്ടില്ലേ? ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് ഞാൻ വാൺ ചെയ്യുന്നത്? മാഡമോ മറ്റോ വന്നത് കണ്ടിരുന്നെങ്കിൽ ഞാൻ സഹിക്കില്ല. ഇത് സ്നേഹലതയല്ലേ കണ്ടുള്ളൂ. എന്നാലും തെറ്റ് സംഭവിച്ചു കൊടുക്കരുത്. ചെയ്തു പോയത് തെറ്റാണെന്ന് തോന്നുന്നെങ്കിൽ പ്രായച്ചിത്തമായി എന്നെ തന്നെ വിവാഹം കഴിച്ചോളൂ. അയ്യടാ, വിവാഹം കഴിക്കാൻ പറ്റിയ ഒരു സ്പെസിമൻ. ഈ സ്പെസിമിൻ എന്താണ് ഒരു കുഴപ്പം? കുഴപ്പങ്ങളേ ഉള്ളൂ. ആ. അതെ, ഒരു അറ്റൻഡർക്ക് അറ്റൻഡറേതായ സ്വപ്നങ്ങൾ മാത്രം മതി. ആ സ്വപ്നങ്ങളിലെല്ലാം നായിക സ്നേഹലത തന്നെയാണ്. അത് തല്ലുകൊള്ളാത്തതിന്റെ അസുഖമാണ്. ആ. അതെ, എന്റെ ജാതകത്തിൽ കോടീശ്വരനായ ഒരാളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ദിവസത്തേക്കായിരിക്കും. ഒരുമാതിരി അനാവശ്യം പറയരുത്. ഡ്യൂട്ടി സമയത്ത് ഞാൻ തുണി മാറിക്കൊണ്ട് നടന്നാൽ മതിയോ? ഈ ബില്ല് കൊണ്ടുവന്ന് 204 കൊണ്ടിട്ട് സി ബ്ലോക്കിലേക്ക് പോകുന്നുള്ളൂ. സ്നേഹലത, സ്നേഹലത. ഓ, ഈ പെൺകുട്ടിക്ക് ആരാണ് സ്നേഹലത എന്ന് പേരിട്ടത്? അച്ചടി ഭാഷ അടക്കമില്ലാത്ത പ്രകൃതു. എങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു സ്നേഹലതേ. ഇപ്പൊ വെടി തീർന്നേനെ. ഓർമ്മശക്തി ഉണ്ടാകാനും ശബ്ദം നന്നാകാനും ഒക്കെ ഓറഞ്ച് നല്ലതാണെന്നാണ് പറയുന്നത്. എന്നാരാ പറഞ്ഞത്? ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? ചൂടോടെ ഒരെണ്ണം കഴിച്ചു നോക്ക്. വെയ്, ഈ ബില്ലൊന്ന് വെയ്. ഹലോ ഹലോ എന്ന് വിളിക്കാൻ ടെലിഫോണിൽ സംസാരിക്കാം. സാർ, അത് സാറെന്ന് വിളിക്കാൻ ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ചേട്ടാ. ചേട്ടാന്ന് വിളിക്കാൻ ഞാൻ തന്നെ ബന്ധുവാണ്. ബ്ലഡി ഫൂൾ. സർ. അല്ല, എന്നൊക്കെ ഡോക്ടേഴ്സ് അറ്റൻഡേഴ്സിനെ വിളിക്കുന്ന കേൾക്കുമ്പോ എന്റെ മനസ്സ് വല്ലാതെ വിഷമിക്കും. ഞാൻ എന്താ വിളിക്കേണ്ടത്? ഗോപാൽജി എന്ന്. ആ, ഗോപാൽജി. ഈ ECG എന്തിനാ എടുക്കുന്നത്? അസുഖം തൊണ്ടയ്ക്കല്ലേ? തൊണ്ടയും ഹൃദയവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. ഹൃദയം തകരാറിലായാൽ മൊത്തത്തിലെല്ലാം തകരാറിലാകാം. ECG, സ്കാനിങ്, എക്സ്റേ, കൾച്ചറിങ്, ബയോപ്സി. ഇനി ഏതെങ്കിലും മെഷീൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റ് കൂടെ എഴുത്. പാവങ്ങൾ എങ്ങനെ കഴുത്തറക്കരുത് കേട്ടോ. പാവങ്ങൾക്ക് വേണ്ടി സർക്കാർ ആശുപത്രിയുണ്ട്. ഇത് സമ്പന്നന്മാർക്ക് വേണ്ടി സമ്പന്നന്മാർ പണിത 5 സ്റ്റാർ ഹോസ്പിറ്റൽ. മാരകമായ രോഗങ്ങൾ കണ്ടുപിടിക്കാൻ ഇതുപോലെ നിരവധി ടെസ്റ്റുകൾ നടത്തേണ്ടി വരും. അഹങ്കാരം ലേശം കുറയ്ക്കണം കേട്ടോ. പേഷ്യന്റ് അല്ല നോക്കത്തില്ല, തനിക്കും ടെസ്റ്റുകൾ എഴുതി തരും. മറ്റേ കല്ല് പൊട്ടിക്കുന്ന ടെസ്റ്റ് അറിയോ? നീ ഇതൊന്നും കേട്ട് പേടിക്കണ്ട. ഈ ടെസ്റ്റുകളൊക്കെ അവരുടെ ഓരോ ബിസിനസ് ട്രിക്കുകളാ. ബില്ലെത്രയാ? 260. പിന്നെ ഒരു 0 കൂടെ ഉണ്ട്, 2600. അത് കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. ദേ, ഇങ്ങനെ വെറുതെ മൂടോട്ടായിട്ടിരിക്കരുതേ. ആ, കുറച്ചു നേരം പാട്ട് കേട്ടോണ്ടിരിക്കും. നീ പാടിയ കാസറ്റ് തന്നെ ഉണ്ട്. ഞാൻ പോയി ബില്ലൊന്ന് അടച്ചിട്ട് വരാം. ഓക്കെ? സോറി ഡോക്ടർ. സാരമില്ല, കേട്ടോളൂ. വോളിയം കൂടാതിരുന്നാ മതി. ക്ലാസിക്കൽ മ്യൂസിക് വളരെ ഇഷ്ടമാണല്ലേ? അതെ. എന്താ പേര്? ജോൺസൺ. അപൂർവരാഗത്തിലുള്ള ഈ കീർത്തനം ആര് പാടിയതാണെന്ന് അറിയോ ജോൺസന്? ഒരു പുതിയ ഗായകനാ, റാഫേൽ. റാഫേലിന്റെ ഒരു കച്ചേരിയുടെ കാസറ്റ് ഞാൻ ഈ അടുത്തിടയ്ക്ക് കേട്ടു. റിയലി ഫാന്റാസ്റ്റിക്. ഡോക്ടർക്ക് ശാസ്ത്രീയ സംഗീതം ഇഷ്ടമാണോന്നോ? നല്ല കാര്യായി. ഒരു സംഗീതജ്ഞയാകണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. എന്ത് ചെയ്യാം, ഡോക്ടറായിപ്പോയി. ഡോക്ടർ നമ്പ്യാരുടെ പേഷ്യന്റ് ആണല്ലേ? അതെ. എന്താ അസുഖം? തൊണ്ടയ്ക്കൊരു ചെറിയ വേദന. ആ, എന്ത് അസുഖത്തിനും സംഗീതം ഒരു നല്ല മരുന്നാ. ഗുഡ് മോർണിംഗ്. സ്റ്റുപ്പിഡ്. പാട്ട് വെക്കാൻ എന്താ ഉത്സവപ്പറമ്പോ? വോളിയം കുറച്ച് വെച്ചോളാൻ ഇപ്പൊ പോയ ഡോക്ടർ പറഞ്ഞു. താൻ ഡോക്ടർ സുബ്ബലക്ഷ്മിയുടെ പേഷ്യന്റ് അല്ല, എന്റെ പേഷ്യന്റ് ആണ്. ഞാൻ പറയുന്നത് അങ്ങ് അനുസരിച്ചാ മതി. മനസ്സിലായോ? നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് രണ്ടുപേരും ഇങ്ങനെ ശത്രുക്കളെ പോലെ പെരുമാറാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും? ഒരു ഡോക്ടർ പാലിക്കേണ്ട സാമാന്യ മര്യാദ അതുപോലും സുബ്ബലക്ഷ്മി മറക്കുന്നു. ലുക്ക്, തന്റെ ഭാര്യയാണെന്നുള്ള ഒരൊറ്റ കൺസിഡറേഷൻ കൂടെ ഞാനതൊക്കെ സഹിക്കുന്നത്. സ്വന്തം ഹോസ്പിറ്റലാണെന്ന് കരുതി മറ്റുള്ളവരെ ഇങ്ങനെ തരം താഴ്ത്തരുത്. നമ്പ്യാരുടെ പേഷ്യന്റിന്റെ മുറിയിൽ സുബ്ബലക്ഷ്മിക്ക് എന്താ കാര്യം? ഓ, അപ്പോഴേക്ക് MD യുടെ അടുത്ത് കംപ്ലൈന്റ് എത്തിക്കഴിഞ്ഞോ? മിസ്റ്റർ നമ്പ്യാർ,
നിങ്ങളുടെ പേഷ്യന്റിന്റെ മുറിയിൽ ഒരു വിസിറ്റർ എന്ന നിലയിലാണ് ഞാൻ കയറിയത്. അവിടെ വിസിറ്റേഴ്സിനെ നിരോധിച്ചിട്ടൊന്നുമില്ലല്ലോ. ആ റൂമിൽ പാട്ട് വയ്ക്കാൻ എന്തിനു അനുവാദം കൊടുത്തു? ആ വാർഡിൽ പല ഹൃദ്രോഗികളും ഉള്ളതാണ്. അല്പ സംഗീതം കേട്ടതുകൊണ്ട് ആരുടെ ഹൃദയം അങ്ങനെ പൊട്ടിപ്പോകുന്നില്ല. സംഗീതം കൊണ്ട് രോഗങ്ങൾ വരെ മാറ്റാൻ കഴിയുമെന്ന് ആധുനിക വൈദ്യശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. പരീക്ഷണങ്ങളൊക്കെ സ്വന്തം രോഗികളുടെ അടുത്ത് മതി. എന്റെ പേഷ്യന്റ് വെറുതെ വിട്ടേക്കൂ. ഇറ്റ്സ് എ റിക്വസ്റ്റ്. എന്താ ലക്ഷ്മി ഇത്? അയാൾക്ക് കോംപ്ലക്സാ, അല്ലെങ്കിൽ എന്നോടുള്ള ഒരു തരം പ്രൊഫഷണൽ ജലസ്, അത്രേ ഉള്ളൂ. നമ്പ്യാരുടെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടെ? കൂടെ പഠിച്ചിരുന്ന ഫ്രണ്ട്സിനെ സ്റ്റാഫാക്കി വെച്ച് എങ്ങനെയൊക്കെ ഇരിക്കും. ഓക്കെ, ലീവ് ഇറ്റ്. ഹലോ ഹലോ, ഞാൻ അയ്മൂട്ടിയാണ്. മമ്മൂട്ടിയോ? മമ്മൂട്ടിയും ചമ്മട്ടിയൊന്നുമില്ല, അയ്മൂട്ടി. സെഞ്ചുറി ഗാനമേള ട്രൂപ്പിന്റെ ഓണർ, അടിപൊളി അയ്മൂട്ടി. ട്രൂപ്പ് വൈകാതെ കൃത്യസമയത്തിന് എത്തിയേക്കണം. വെറുതെ സംഘാടകർക്ക് ടെൻഷൻ ഉണ്ടാക്കരുത്. ചേട്ടാ, ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. നാളത്തെ ഗാനമേള ഒരു 2 ആഴ്ചത്തേക്കൊന്ന് മാറ്റി വെക്കണം. വെറുതെ തോന്നിവാസം പറയരുത്. നാടടച്ച് ടിക്കറ്റ് വിറ്റിരിക്കുന്നു. പറഞ്ഞോട്ടെ ഏട്ടാ, റാഫേല് ഒരു ആഫ്രിക്കൻ പര്യടനത്തിന് പോയതാ. ആക്ച്വലി ഇന്നത്തെ ഫ്ലൈറ്റിൽ എത്തേണ്ടതാ, പക്ഷെ ഒരു കുഴപ്പം പറ്റി. അതെ, ഗാനമേളയില് അവൻ AR റഹ്മാന്റെ 1-2 അടിപൊളി പാട്ടുകൾ പാടിയായിരുന്നേ. അത് കേട്ടിട്ട് കാട്ടുവർഗക്കാര് അത് അവരുടെ പാട്ടാണെന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും അവനെ കൊണ്ട് പാടിച്ചുകൊണ്ടിരിക്കുക. അടുത്ത ആഴ്ച വിടും. അഭ്യാസമൊക്കെ കയ്യിൽ വെച്ചിട്ടാ മതി. നാളെ കൃത്യസമയത്ത് പ്രോഗ്രാം നടത്തിയില്ലെങ്കിൽ നിന്റെ ഒക്കെ കൈയും കാലും തല്ലി ഒടിക്കുള്ളൂ. ഹലോ, പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും തല്ലുറപ്പായി. ഹലോ, കാശ് തന്നില്ലായിരുന്നല്ലേ?